നമസ്കാരം. പതിരും കതിരും. എന്തൊരു വാടയുള്ള വാസന എന്ന് വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയപ്പോൾ അക്കാലത്തെ ഭാഷാ പണ്ഡിതന്മാർക്ക് ഇച്ചീച്ചിയായി തോന്നി. ബഷീർ ഭാഷയെ അഴിച്ചുപണിഞ്ഞ് അശ്ലീലമാക്കുന്നു എന്നൊക്കെയായിരുന്നു ആരോപണം. ഈ ബഷീറിനെയും കടത്തിവെട്ടുന്ന ചിലർ ഈ നാട്ടിലുണ്ട്. പ്രമുഖ വൈയാകരണനും അശ്ലീലങ്ങളെ ശ്ലീലമാക്കുന്ന മഹാവിപ്ലവകാരിയുമായ പണ്ഡിതമന്യൻ വിജയരാഘവൻ അവർകളാണ് നമ്മുടെ ഭാഷാപരമായ പരിമിതികളെ ഉടച്ച് വാർക്കുന്നത്. കേരള പാണിനീയം മലയാള വ്യാകരണം എഴുതിയ AR രാജരാജവർമ്മ പോലും ദൂരെ മാറിയിരിക്കുകയുള്ളൂ ഈ ഭൗതിക പ്രതിഭയ്ക്ക് മുമ്പിൽ. വിജയരാഘവൻ വായ തുറക്കുമ്പോഴേക്കും പണ്ഡിത ലോകം വാ പിളർന്നിരിക്കും. ആ ചിന്താസരണികളിൽ നിന്നും ഉരുത്തിരിയുന്ന അമ്ലതീഷ്ണമായ വാഗ്വൈഭവങ്ങളെ പണ്ഡിത സദസ് അപ്പോൾ തന്നെ ഏറ്റെടുക്കുകയാണ്. പിണറായി വിജയൻ്റെ സ്വന്തം നിഘണ്ടുവിൽ നിന്നുള്ള പല ഭാഷാ പ്രയോഗങ്ങൾക്കും മികച്ച വ്യാഖ്യാനങ്ങളാണ് അദ്ദേഹം നൽകി വരുന്നത്. പിണറായി വിക്ഷേപിക്കുന്ന ഒരു വാക്കിന് ഗ്രന്ഥത്തേക്കാൾ 10 ഇരട്ടി വലിപ്പമുള്ള വ്യാഖ്യാനങ്ങളാണ് വിജയരാഘവൻ പറഞ്ഞു തരുന്നത്. ഉദാഹരണത്തിന് ചെറ്റത്തരം എന്ന വാക്കിന് എന്തെല്ലാം അർത്ഥതലങ്ങളുണ്ട്. പാപത്തിൻ്റെ കൂരയാണ് ചെറ്റ എന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. എന്നാൽ ഈ ചെറ്റയുടെ കൂടെ പൊക്കുക എന്ന വാക്ക് ചേർക്കുമ്പോൾ അത് ശ്ലീലമല്ല, അശ്ലീലമാകുന്നു. ചെറ്റ പൊക്കുക എന്ന് പറഞ്ഞാൽ തോന്യാസത്തിന് പോവുക എന്നാണ്. മറ്റൊരു വാക്കാണ് കയ്യാല. അതിനോടൊപ്പം ചാടുക എന്ന് ചേർക്കുമ്പോൾ അതും അശ്ലീലമാവുകയാണ്. കയ്യാല ചാടുക എന്നാണ് പറയുക. നോക്കണേ ഭാഷയുടെ ഓരോരോ കളികൾ. എന്നാൽ ചെറ്റത്തരം എന്ന വാക്കിനൊപ്പം ചാരുത എന്നുകൂടി ചേർക്കുമ്പോൾ അത് ചാരുതയുള്ള ചെറ്റത്തരമായി മാറുകയായി. അതോടുകൂടി ചെറ്റയ്ക്ക് അഭൗമമായ ഒരു ചന്തം പ്രസരിക്കുകയായി. ഇതുപോലെ തന്നെ പരനാറി എന്ന വാക്കിനൊപ്പം ചാരുത ചേരുമ്പോൾ അയാൾ നികൃഷ്ടനായ വ്യക്തിയല്ല, മറിച്ച് കോമള രൂപിയാകുന്നു. ഇതൊക്കെ പറഞ്ഞാൽ ആർക്കും പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് വിജയരാഘവൻ ഹസ്തമുദ്രകളോടെയാണ് ഈ വ്യാഖ്യാനങ്ങളൊക്കെ നടത്തിത്തരുന്നത്. ഈ ഏകമുദ്രയും ദ്വിമുദ്രകളുമൊക്കെ അദ്ദേഹത്തെ പരിശീലിപ്പിച്ച് വിടുന്നത് കഥകളി നടികൂടിയായ സ്വന്തം ഭാര്യ R ബിന്ദുവാണ്. വിജയരാഘവൻ കൂടുതൽ വിശദമാക്കുന്നത് കേൾക്കൂ. ഏതു വാക്കിനും ഒരു പ്രയോഗപരതയുണ്ട്. ചില സന്ദർഭങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതിലെ പ്രയോഗപരത. ഉദാഹരണത്തിന് അശ്ലീലം എന്ന വാക്കുണ്ടല്ലോ, അതിൻ്റെ ഉപയോഗക്ഷമതയിലാണ് അശ്ലീലം തോന്നുന്നത്. ഇതെല്ലാം വീക്ഷണ കോണകത്തിൻ്റെ പ്രശ്നമാണെന്നാണ് വിജയരാഘവൻ പറയുന്നത്. വാക്കിൻ്റെ പ്രയോഗത്തിൻ്റെ ചാരുത ആ സന്ദർഭവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ആ സന്ദർഭവുമായി ബന്ധപ്പെടുത്തിയാൽ ചാരുതയുള്ളൊരു വാക്പ്രയോഗമാണ് മുഖ്യമന്ത്രി നടത്തിയത്. ദോഷൈക ദൃക്കുകൾക്ക് ദൃഷ്ടിക്കനുസരിച്ച് അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയും. ഒന്ന് ആലോചിച്ച് നോക്കൂ. വ്യാഖ്യാനങ്ങൾ തരാൻ നമുക്ക് മുമ്പിൽ ഈ വിജയരാഘവൻ വന്നില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? നമ്മൾ വെറുതെ തെറ്റിദ്ധരിച്ചേനെ പിണറായി വിജയനെ. ഈ വിശദീകരണ പ്രകാരം ചാരുതയുള്ള ചെറ്റത്തരമാണ് വിജയരാഘവൻ്റേത് എന്ന് പറഞ്ഞാൽ അത് മോശം പ്രയോഗമേ അല്ല. സന്ദർഭം നോക്കണം. ദൈവമേ, ഈ പാർട്ടിയിൽ ഇനി ഇല്ലാത്തത് ആരാണ്? ബാക്കിയെല്ലാം ഉണ്ട്. ഇനി ഒരു നെറികേട് ശാസ്ത്രജ്ഞൻ്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. സത്യത്തിൽ ഈ വിജയരാഘവൻ്റെ ഒക്കെ കഴിവുകൾക്ക് മുമ്പിൽ നമുക്ക് നമിക്കാനേ കഴിയൂ. ഗുപ്തൻ നായരും കൃഷ്ണൻ നായരും ഒക്കെ ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ മത്സരിക്കേണ്ടി വരിക ഈ വിജയരാഘവനോടും AK ബാലനോടും ഒക്കെ ആയിരിക്കും. പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട സകല വാക്കുകളുടെയും അർത്ഥം ഈ പണ്ഡിത മൂഢന്മാരെല്ലാം കൂടി തകർത്ത് കളഞ്ഞു. ഇപ്പോൾ ഭാഷയിലും വ്യാകരണത്തിലുമാണ് കൈവച്ചിരിക്കുന്നത്. അതും അധികം വൈകാതെ അടിച്ചിളക്കുന്ന ലക്ഷണമാണ്. ഒരേകാധിപതിയോടുള്ള ആരാധന മൂത്ത് എങ്ങനെയാണ് ഒരു പ്രസ്ഥാനത്തിലുള്ളതെല്ലാം പോഴന്മാരായിത്തീരുന്നത്? വിപ്ലവം വല്ലാതെ തണുത്തു കഴിയുമ്പോൾ ഇനി ഒന്നും ചെയ്യാനില്ലാത്ത ഒരവസ്ഥ സംജാതമാകും. പൂച്ച ഏതിരുട്ടിലും അതിൻ്റെ യജമാനനെ തിരിച്ചറിയും. ഇതുപോലെയാണ് കമ്മികൾ അവരുടെ രാജാവിനെ തിരിച്ചറിയുന്നത്. കിങ്കരന്മാർക്ക് ആജ്ഞകൾ അനുസരിച്ചാണ് ശീലം. തിരുത്താൻ ചെന്നാൽ തല പോകും. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാൻ ചെന്നാൽ നിന്റെ വീട്ടിൽ പോയി ചോദിക്കാൻ പറയും. തന്നാണ്ടത്തെ ഫലിതമെല്ലാം ഗോവിന്ദനും വിജയരാഘവനും കൂടി പറഞ്ഞു തീർത്തു കഴിഞ്ഞാൽ ഉടൻ നിങ്ങൾക്ക് പോകാനുള്ള വണ്ടി വരും. കണ്ണൂർ നെറുകേട് സംഘം അവതരിപ്പിക്കുന്ന AKG തിയേറ്റേഴ്സിൻ്റെ കാരണഭൂതം ഒപ്പേറ എന്ന ബോർഡ് വെച്ച് വേണം അങ്ങ് വടക്കോട്ട് പോകാൻ. ഇടയ്ക്ക് സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ ചാരുതയുള്ള വിജയരാഘവൻ ഇരിങ്ങാലക്കുടയിൽ ഇറങ്ങണം.